സൂപ്പർ കൺമണിയുടെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണി വീട് വിട്ട് ഇറങ്ങി പോകുന്നുണ്ട്, ആരോടും ഒന്നും പറയാതെ. ഇപ്പൊ കൺമണിയെ കാണാതെ ശ്രീനിവാസനും അതുപോലെ അപ്പുവും ഒക്കെ ആശങ്കയോടെ നിൽക്കുന്നുണ്ട്. കൺമണി പോകുന്നതാണെങ്കിലോ സാഗറിന്റെ വീട്ടിലേക്കാണ്. അപ്പോ കൺമണി അമ്പയ്ക്ക് വരുന്നതും അതുപോലെ സാഗറുമായിട്ട് സംസാരിക്കുന്നതും എല്ലാം മനസ്സ് ഒളിഞ്ഞെന്ന് കാണുന്നുണ്ട്. അങ്ങനെ സംസാരിക്കുന്നതിന്റെ കൂട്ടത്തില് സാഗർ ചോദിക്കുന്നുണ്ട്, കൺമണിയോട് തുറന്നു ചോദിക്കുന്നുണ്ട്, ആ ഡിസൈൻ കൺമണി തന്നെയാണോ വരച്ചത് എന്ന്. കൺമണിയാണെങ്കിൽ സാഗറിന്റെ മുന്നിൽ ആ സത്യം തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്നത് മാനസൊക്കെ ആകെ പേടിയാവുകയാണ് ചെയ്യുന്നത്. പിന്നീട് മാനസ ഇക്കാര്യങ്ങളെല്ലാം ആന്റിയമ്മയോട് പറയുന്നുണ്ട് കേട്ടോ. ദേ കൺമണി വന്നിട്ട് എല്ലാ സത്യങ്ങളും സാഗറിനോട് പറഞ്ഞു എന്നുള്ളത് ആന്റിയമ്മയെ അറിയിക്കുമ്പോൾ ആന്റിയമ്മ മാനസയോടായിട്ട് പറയുന്നുണ്ട്, സാഗർ അറിഞ്ഞു, അത് ഓക്കെയാണ്, പക്ഷേ കൃഷിന്റെ ചെവിയിലെങ്ങാനും ഇത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല മോളെ. ആ കൺമണി എന്ന് പറയുന്നത് ശരിക്കും നിനക്കൊരു ഭീഷണിയാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ആന്റിയമ്മ. മാനസൊക്കെയാണെങ്കിലും അത് ശരിയാണെന്ന് തോന്നുന്നു. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നാളത്തെ മെയിൻ റിവ്യൂവിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.